എന്നിലെ എന്നെ പൊടിതട്ടിയെടുക്കുക എന്ന് പറയുന്നില്ലേ, സത്യം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു ദിവസമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായത്. അതിഗംഭീരമായിട്ടുള്ളൊരു ദിവസം. രാവിലെ തന്നെ സംവാദ സദസ്സിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ചിന്തകൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ബൂസ്റ്റിംഗ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നി. എനിക്ക് ഈ രാഷ്ട്രീയമൊന്നും ഇല്ലപ്പാ എന്ന് പറയുന്നത് അതൊരു ട്രെൻഡാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ തന്നെയാണ് കേട്ടോ ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ എന്തെന്നൊക്കെ വേണമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ രാഷ്ട്രീയം എന്നുള്ള ഒരു ബോധമില്ലാത്ത ഇത്തരം ആൾക്കാരോട് എനിക്കൊന്നും പറയാനില്ല. സത്യം പറഞ്ഞാൽ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു ഈ ഒരു സംവാദ സദസ്സിൽ പങ്കെടുത്തതിൽ. ഒന്നാമത് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരുടെ വാക്കുകൾ കേൾക്കാൻ പറ്റി. മറ്റൊരു കാര്യം, നമ്മുടെ കണ്ണപുരത്തിൻ്റെ യുവ എഴുത്തുകാരി റഫ്സാനയുടെ രണ്ടാമത്തെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് കൂടി ആ ഒരു വേദിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റഫ്സാന എൻ്റെ നല്ലൊരു സുഹൃത്താണേ. അതിഗംഭീരമായി നടത്തി വിജയകരമായി അവസാനിപ്പിച്ച ഈ ഒരു പരിപാടിനെ നോക്കിക്കാണുമ്പോൾ വളരെ വലിയ അഭിമാനം മാത്രമാണ് കേട്ടോ എനിക്കുള്ളത്. കാരണം ഇതിൻ്റെ മുഖ്യ സംഘാടകരിൽ ഒരാൾ എൻ്റെ അച്ഛനായിരുന്നു.